നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക അവകാശമായിട്ടുള്ള ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ആർട്ടിക്കിൾ 32 വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എന്താ ഡീറ്റെയിൽ ആയി തന്നെ ആർട്ടിക്കിൾ 32 നോക്കാം. ആർട്ടിക്കിൾ 32 എന്താ പറയുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. മൗലിക അവകാശ ലംഘനമുണ്ടായാൽ ഒരു പൗരന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 എന്താണ്? മൗലിക അവകാശ ലംഘനമുണ്ടായാൽ ഒരു പൗരൻ എന്താണ്? സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ സാധിക്കും ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 മൗലിക അവകാശ ലംഘനമുണ്ടായാൽ ഒരു പൗരന് സുപ്രീം കോടതിയെ എന്താണ്? നേരിട്ട് സമീപിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതയാണ് ഈ വകുപ്പെന്നാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതയാണ് ഈ വകുപ്പെന്നാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിക്ക് എന്താണ്? റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അവകാശമുണ്ട്. നമുക്ക് റിട്ടുകളെ പറ്റിയിട്ട് അറിയാം. നമ്മളൊരു ക്ലാസ്സിൽ റിട്ടുകളെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു വളരെ വിശദമായിട്ട് തന്നെ. നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി ആ ക്ലാസ് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് നോക്കുക ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ മൗലിക അവകാശ ലംഘനം ഉണ്ടായാൽ എന്താണ്? മൗലിക അവകാശ ലംഘനം ഉണ്ടായാൽ ഒരു പൗരന് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32 എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32 മൗലിക അവകാശങ്ങളിൽ മൗലികമായത്. ഒന്ന് ശ്രദ്ധിച്ച ആ ഒരു ടേം, മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 32 അത് അംബേദ്കറാണ് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചതും അംബേദ്കർ തന്നെയാണ്. ആർട്ടിക്കിൾ 32 മൗലിക അവകാശങ്ങളുടെ സർവ്വവിധ സംരക്ഷണവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് കേട്ടോ. എന്താണ്? ആർട്ടിക്കിൾ 32 മൗലിക അവകാശങ്ങളുടെ സർവ്വവിധ സംരക്ഷണവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 32 ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 ഉറപ്പുവരുത്തുന്നത്. മൗലിക അവകാശ ലംഘനമുണ്ടായാൽ ഒരു പൗരൻ എന്താണ്? സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ സാധിക്കും. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയും. നമ്മൾ ഏതൊക്കെ റിട്ടുകളാണ് പഠിച്ചിട്ടുള്ളത്? ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറണ്ടോ അല്ലേ? ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറണ്ടോ ഈ റിട്ടുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ ചാനലിലുണ്ട്. എല്ലാവരും അതൊന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് നൽകുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32 എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32 അതോടൊപ്പം മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് പറയുന്നതും ഏതാണ്? ആർട്ടിക്കിൾ 32 അങ്ങനെ പറഞ്ഞതും അംബേദ്കറാണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായതെന്ന്. ആർട്ടിക്കിൾ 32 മൗലിക അവകാശങ്ങളുടെ സർവ്വവിധ സംരക്ഷണവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32.